Hello guys, നമ്മൾ ചെയ്യാൻ പോകുന്ന question number 283, move zeros. Given an integer array nums, move all zeros to the end of it while maintaining the relative order of the non-zero elements. Note that you must do this in place which will make me a copy of the array. അതായത് നമുക്കൊരു array വന്നിട്ടുണ്ട്, അതിലുള്ള സീറോസിനെ എല്ലാം റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം. ബട്ട് ഈ റിലേറ്റീവ് ഓർഡർ ഓഫ് ദി നോൺ സീറോ അറേസ് മാറാൻ പാടില്ല. അപ്പോൾ നമുക്ക് വിചാരിക്കും നമുക്ക് സീറോസിനെ റൈറ്റ് സൈഡ് കൊണ്ടുപോകണം, നമുക്ക് ഈ ഫുൾ അറേ സോർട്ട് ചെയ്താൽ പോലെ ഡിസെൻഡിങ് ഓർഡറിൽ. പക്ഷെ അങ്ങനെ സോർട്ട് ചെയ്താൽ നമ്മുടെ ഈ റിലേറ്റീവ് ഓർഡർ മാറിപ്പോലെ 1, 3, 12 അടക്കും. ഫോർ എക്സാമ്പിൾ ഇത് 1, 3, 12 ആണെങ്കിലും ഇത് 112 ആകുമ്പോൾ 12, 3, 1, 0, 0 നമുക്ക് പോലെ. അപ്പോൾ നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഇതിൻ്റെ ഈ ഓർഡർ കീപ്പ് ചെയ്യണം 1, 3, 12. പക്ഷേ നമുക്ക് എന്ത് ചെയ്യണം, സീറോസിനെല്ലാം ഏർപ്പെടും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ 0 കാണുവാണെങ്കിൽ 0 എടുത്തിട്ട് അവസാനം കൊണ്ടുപോയിട്ട് ബാക്കിയെല്ലാം ഷിഫ്റ്റ് ചെയ്താൽ പോലെ. പക്ഷെ അത് പല 0 കാണുമ്പോൾ 0 എടുത്ത് ലാസ്റ്റ് ബാക്കിയെല്ലാം ഷിഫ്റ്റ് ചെയ്യുക, പിന്നെ അടുത്ത 0 കാണുമ്പോൾ ലാസ്റ്റ് ഷിഫ്റ്റ് ചെയ്യുക. അത് തലവേദന. അതിനെക്കാട്ടി എളുപ്പം ഒരു വഴി എന്ന് പറയുന്നത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ അറിയുന്ന വെച്ചു. നമ്മളൊരു പോയിന്റർ ഇവിടെ കൊടുക്കുന്നു I, വേറൊരു പോയിന്റർ കൊടുക്കുന്നു J മുന്നോട്ട് കൊണ്ടുപോകും. J മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ J 0 കാണുവാണെങ്കിൽ ഇഗ്നോർ, ഗോ ടു ദ നെക്സ്റ്റ് എലമെന്റ്. J നോൺ സീറോ എലമെന്റ് അതായത് 1 കാണുവാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ സ്വാപ്പ് ചെയ്യും. എന്താണ് സ്വാപ്പ് ചെയ്യും? I ആയിട്ട് സ്വാപ്പ് ചെയ്യും. I ആയിട്ട് സ്വാപ്പ് ചെയ്യുന്ന ആൻസർ കിട്ടും, ഈ കാണുന്ന ആൻസർ കിട്ടും 1, 0, 0, 3, 12. ഈ ജെയും ഈ 1ഉം ഈ 0 സ്വാപ്പ് ചെയ്തപ്പോൾ നമുക്ക് ഇതിനെ കിട്ടും. അപ്പോൾ നമ്മുടെ കറണ്ട് ഇപ്പോൾ ഐയും ജെയോടെയാണ്. I അപ്പം നമ്മൾ സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ I പ്ലസ് പ്ലസ് ആവും. അപ്പോൾ I ഇവിടെ കിടക്കും, ജെ ഇവിടെ ആയിരുന്നല്ലോ, ജെ ഇവിടെ തന്നെ. അപ്പം നമ്മൾ ജെ 0 കണ്ടു, സ്കിപ്പ് ചെയ്തു. പിന്നെ 0 കണ്ടു, സ്കിപ്പ് ചെയ്തു. നോൺ സീറോ എലമെന്റ് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ I ആയിട്ട് സ്വാപ്പ് ചെയ്യും. I ഇവിടെ കിടക്കുന്നു. അപ്പോൾ നമ്മൾ സ്വാപ്പ് ചെയ്യുമ്പോൾ എന്തായി 1, 3, 0, 0, 12. ജെ ഇവിടെ കിടക്കണം, ജെ ഇവിടെ കിടക്കണം. I ഇവിടെ കിടക്കണം, I സ്വാപ്പ് ചെയ്തു, പ്ലസ് പ്ലസ് അടിച്ചു. അപ്പോൾ I ഇവിടെ ജെ പിന്നെ മുന്നോട്ട് പോകും. 0 ഉണ്ട്, ഇത് നെക്സ്റ്റ് എലമെന്റ് പോയി നോൺ സീറോ ഉണ്ട്. എന്ത് ചെയ്യും, I ആയിട്ട് സ്വാപ്പ് ചെയ്യും. അപ്പോൾ എന്ത് കിട്ടും നമുക്ക് 1, 3, 1, 0, 0. ഇത് 12 ആണ്, 1 അല്ല, സോറി, 1, 3, 12, 0, 0. അപ്പോൾ ഇതാണ് നമ്മൾ കിട്ടേണ്ട ആൻസർ. ഇത് 12 ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ 1, 3, 12, 0, 0. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, നമുക്ക് ചെയ്യേണ്ട എന്താണ്, നമ്മൾ നോൺ സീറോ എലമെന്റ് കാണുവാണെങ്കിൽ സ്വാപ്പ് ചെയ്യാം. നോൺ സീറോ എലമെന്റ് കാണുവാണെങ്കിൽ I ആയിട്ട് സ്വാപ്പ് ചെയ്യാം. അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് അവസാനം 0 അല്ല, അവസാനം വന്ന് അടിക്കും. നോൺ സീറോ എലമെന്റ് കാണുന്നു, ലെഫ്റ്റിലേക്ക് കൊണ്ടുവരും. നോൺ സീറോ എലമെന്റ് കാണുന്നു, ലെഫ്റ്റിലേക്ക് കൊണ്ടുവരും. നോൺ സീറോ എലമെന്റ് കാണുന്നു, ലെഫ്റ്റിലേക്ക് കൊണ്ടുവരും. അപ്പോൾ നമ്മൾ 0 അല്ല അപ്പുറത്ത് പെർഫെക്റ്റ് ആയി. അതാണ് ഇവിടുത്തെ ഇൻഡ്യൂഷൻ. I 0 എടുക്കുന്നു, ജെ ഇവിടെ തന്നെ എടുക്കുന്നു, ജെ മുന്നോട്ട് പോകുന്നു. നോൺ സീറോ എലമെന്റ് അതായത് 0 അല്ല ഏതെങ്കിലും എലമെന്റ് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ സ്വാപ്പ് ചെയ്യുന്നു I ആയിട്ട്. അപ്പം 1 ഇപ്പുറത്തും 0 ഇപ്പുറത്തും. പിന്നെയും നമ്മൾ മുന്നോട്ട് പോകുന്നു, 0 അല്ലാത്ത എലമെന്റ് കണ്ടു കഴിഞ്ഞാലും I ആയിട്ട് സ്വാപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ 0 അല്ലാത്ത എലമെന്റ് എല്ലാവരും നമ്മൾ എന്ത് ചെയ്യണം, നോൺ സീറോ എലമെന്റ്സ് എല്ലാം നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ബാക്കി 0 വരുന്ന എലമെന്റ് എല്ലാം ഓട്ടോമാറ്റിക്കലി റൈറ്റ് സൈഡിലാവും. അപ്പോൾ അതാണ് ഇതിന്റെ കൺഫ്യൂഷൻ. നമുക്ക് ഇവിടെ ചെയ്ത് നോക്കാം. നമ്മൾ ഇതിന്റെ I = 0 കൊടുക്കുന്നു. ഫോറിൽ കൊടുക്കുന്നതാണ് ചെയ്യുക. J is equal to 0. J plus dot size J plus plus അടുത്ത് എന്താണ് 0 അല്ല എലമെന്റ്. If so J not equal to 0 ആണെങ്കിലും 0 ഉള്ള എലമെന്റ് കാണുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ സ്വാപ്പ് ചെയ്യുന്നു. J so I J സ്വാപ്പ് ചെയ്യുന്നു. സ്വാപ്പ് മാത്രം മതി. I പ്ലസ് പ്ലസ് ഉണ്ട്, I പ്ലസ് പ്ലസ്. ഇതാണ് ബുക്കോട് നിർമ്മിത നോക്കാം. എക്സ്ട്രാ ഓക്കെ.